ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം നാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ടെമ്പറൻസ് ആണ്, ഇത് ബാലൻസ് ആണ്. അത് മാത്രമല്ല ഇതൊരു ശിവശക്തി ഐക്യം ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ ശരിക്കും നിങ്ങൾ ബാലൻസ് ചെയ്യാതെ കൊണ്ടു നടന്ന എന്തോ ഒരു കാര്യം അത് ബാലൻസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഇതൊരു ഡിവൈൻ ഫെമിനിൻ മസ്കുലിൻ എനർജി, അത് ബാലൻസ് ആകുന്ന ഒരു കാര്യമാണ് ഇതുള്ളത്. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ മസ്കുലിൻ ഫെമിനിൻ ഉണ്ട്. അപ്പോൾ മസ്കുലിൻ എനർജി ഡൊമിനേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈഗോയും നമ്മൾ ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാനും ഒക്കെ തോന്നും. ഇതിൽ ഈ ഒരു സമയവും നിങ്ങൾ ഹൃദയത്തിൻ്റെയും ബുദ്ധിയെയും ഒരുപോലെ കാണുന്നു എന്നുള്ളതാണ്. ഒരുപോലെ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അങ്ങ് വിഷമത്തിൽ പോവുകയില്ല, ഒരുപാട് ബുദ്ധി കൊണ്ട് നിങ്ങൾ തീരുമാനിക്കുകയില്ല. കാരണം രണ്ടും ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം. ഹയറഫൻ്റ് ആണ്. ഇതൊരു നിങ്ങൾക്കൊരു ഒരു സന്തോഷ വാർത്ത വരുന്നുണ്ടായിരിക്കാം. ഒരു മെസ്സേജ് കിട്ടുന്നൊരു സമയമാണിത്. ചിലപ്പോൾ ഒരു വിവാഹത്തിലേക്കുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു വിവാഹത്തിന്റെ തീയതി കുറിക്കുന്നതായിരിക്കാം. ഈവൻ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുന്ന ഒരു ദിവസമാണിത്. അതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. എംബറസ് എനർജിയാണ്. അപ്പോൾ ഇതില് എംബറർ വന്നിട്ടുണ്ട് ബോട്ടം, അതും ഒരു ബാലൻസ് ആണ്. എംബററും എംബ്രസ് എന്ന് പറയുന്നത് ഒരു ബാലൻസ് ആണ്. അപ്പൊ എംബ്രസ് എന്ന് പറയുന്നത് ചില ആൾക്കാരൊരു പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന ഒരു സമയമായിരിക്കും. ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് കുട്ടികളെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ ഒരു പ്രഗ്നന്റ് ആണെന്ന് ഈ ഒരു ദിവസം അറിയുന്ന അതിന്റെ സന്തോഷത്തിലായിരിക്കാം. പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം, നിങ്ങളുടെ കർമ്മ റിലീസാകുന്നു, അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുന്നതെല്ലാം നല്ല കർമ്മത്തിന്റെ ഫലമായിരിക്കാം. അപ്പം അതുകൊണ്ട് വളരെ സന്തോഷത്തിലായിരിക്കാം എന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്ത് ആ ഒരു എംബറർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളൊരിടത്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ തിരിച്ചു വിളിക്കുകയോ ഒക്കെ ചെയ്യാനും സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് വിട്ടിട്ട് പോയതായിരിക്കണം. അപ്പോൾ അങ്ങനെ വിട്ടിട്ട് പോയ ആൾക്കാരെ പോലും വീണ്ടും സെയിം അവിടെ തന്നെ നിങ്ങൾക്കൊരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊരു പ്രൊമോഷനാണ്. മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളെയും മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നേ ദിവസം. നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പോൾ ശരിക്കും ഇന്നേ ദിവസം വളരെ പോസിറ്റീവ് ആയിരിക്കും നിങ്ങൾ എന്നുള്ളതാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് പണിയെടുക്കുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം. നിങ്ങളുടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുമെന്നാണ് കാണുന്നതിനകത്ത്. ശരിക്കും നിങ്ങൾ നല്ല ഫോക്കസ് ഉണ്ടായിരിക്കും. എന്തായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തത് ചെയ്തു തീർക്കുമെന്നാണ്. ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന, പാസ്റ്റ് ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന പോലത്തെ ഒരു വളരെ
ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കണം ഇന്നേ ദിവസം. അതിന്റെ ഒരു ത്രില്ലിലാണ് നിങ്ങളെന്നാണ് കാണുന്നത്. ഏജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ശരിക്കും ചില ആൾക്കാര് ഒരു പുതിയ ഒരു റിലേഷൻഷിപ്പിലേക്ക്, കാരണം പഴയ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി പോയ ആൾക്കാരാണെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് അവരിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരിക്കണം. പിന്നെ അതിൽ കുറെ സ്വപ്നം കാണുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് നിങ്ങൾക്ക്. ശരിക്കും ഇത് ഈ ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വേറെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കാണുന്നത്. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നല്ല സൈക്കിക് എബിലിറ്റി ഉള്ള ഒരു സമയവും കൂടിയാണത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് നല്ലതാണോ ചീത്തയാണോ. ഈ സമയത്തെ കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത്. 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ശരിക്കും നിങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം വിവാഹത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു വിവാഹം അനൗൺസ് ചെയ്യാൻ ഉള്ളൊരു സമയമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്ന ഒരു സമയമാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം വളരെ വലുതാണെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇന്നേ ദിവസം ചെയ്യുന്നുണ്ടായിരിക്കും. കുട്ടികളെ കുറിച്ച് കൂടുതൽ കൺസേൺ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയം കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കാനൊക്കെ തോന്നുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് നല്ല അഡ്വൈസ് ഒക്കെ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. എവേക്കണിങ് ആണ്. അപ്പോ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ എവേക്കണിങ്ങിന്റെ സമയമാണ്. അത് ബാലൻസ് നമുക്ക് വന്നിട്ടുമുണ്ട്. ജീവിതം ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതൊരു ഹാങ്ഡ് ആണ്. അപ്പൊ തിരിച്ച് നിങ്ങൾ ഈ ഒരു വേറൊരു പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾ ഈ സമയം ഓരോ സാഹചര്യത്തെയും കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ഈ സമയം ശരിക്കും വേറെ എങ്ങും ഇല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഇന്നേ ദിവസം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ എത്ര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നാലും ഈ സമയം ആ ടെൻഷനൊക്കെ നിങ്ങൾ മറന്നുപോയി വളരെ കൂളായിട്ട് ഇന്നേ ദിവസം ഇരിക്കാൻ പറ്റും. അപ്പോൾ വരുന്നതെല്ലാം വന്നോട്ടെ എന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് വരും ഇന്നേ ദിവസം. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ചെറിയ കാര്യങ്ങൾക്കും വളരെയധികം ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഒരുപാട് ഒപ്രാളപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയം നിങ്ങൾ ഇതൊക്കെ വരേണ്ടതാണ്, ഇതിന്നൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി, ഇത് കടന്നു പോകട്ടെ എന്ന് വളരെ ശാന്തമായിട്ട് നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയമാണ്. കാരണം മറ്റുള്ളവരെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പം വിചാരിച്ചതുപോലെ അല്ല മറ്റുള്ള ആൾക്കാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഇതിപ്പം മനസ്സിലാക്കിയത് നന്നായി, ഇത് അറിഞ്ഞത് നന്നായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും മറ്റുള്ളവരോട് വളരെ സഹാനുഭൂതിയും സ്നേഹമൊക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് തോന്നുമെന്നും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലോ കോളേജിലുള്ള ഒരു ഫംഗ്ഷന് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ കാണുന്നു എന്നാണ്, അവരുമായിട്ട് മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരുമായിട്ടൊരു പണ്ടുണ്ടായിരുന്ന കഥകളൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യമായിരിക്കും, പണ്ട് പഠിച്ച സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ കോളേജിലെ കാര്യങ്ങളോ. അപ്പോൾ അത് ചിലപ്പോൾ ആ സമയത്തുള്ള ഒരു സുഹൃത്ത് നിങ്ങളിലേക്ക് ഈ സമയം നിങ്ങളെ കാണുകയോ നിങ്ങളൊന്ന് പുറത്തു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർ പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത് സംസാരിക്കുന്നുണ്ടായിരിക്കാം പാസ്റ്റിലെ മെമ്മറീസ്. അങ്ങനെ കാണുന്നുണ്ട്. മിറർ ഗാർഡിയൻ ആണ്. ശരിക്കും നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങൾ അത്രയധികം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ
നിങ്ങൾ നിങ്ങളെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കണ്ണാടിയിൽ നോക്കി നിൽക്കുക. നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പം നമുക്ക് വളരെയധികം തിരക്കാണെങ്കിൽ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളുടെ ഫുൾ ബോഡി ഒന്ന് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക കുറച്ച് സമയം, ഒരു 5 മിനിറ്റെങ്കിലും. നമ്മളുടെ കണ്ണ്, നമ്മളുടെ മൂക്ക് ഒക്കെ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കണ്ടിട്ട് എത്രയോ കാലമായിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും അതിന് സമയം കിട്ടാറില്ലായിരിക്കാം. പക്ഷേ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ഫോൾട്ടും നമുക്ക് മനസ്സിലാവും, നമ്മളുടെ നന്മകളും നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മളുടെ ഫോൾട്ട് നമുക്ക് തിരുത്താൻ പറ്റും, നന്മകൾ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യണമെന്നാണ് ഇന്നേ ദിവസം ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത്. ട്രേഡറാണ്. ശരിക്കും നിങ്ങളുടെ എനർജി കൊണ്ട് പുതിയ പല കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹമുള്ള കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരിക്കാം, അത് നിർത്തി വെച്ചിരുന്നാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളതൊന്ന് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്ത് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ചിലപ്പം എന്തെങ്കിലും ആർട്ട് വർക്ക് ആയിരിക്കും കേട്ടോ. നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യമാണ്, നിങ്ങളത് വിട്ട് കളഞ്ഞതായിരിക്കാം. ഇന്നേ ദിവസം ആ ഒരു ആർട്ട് വീണ്ടും നിങ്ങൾ പുറത്തെടുക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്, സംതൃപ്തി തോന്നുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എനിക്കിത് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഹേർട്ട് ഗാർഡിയൻ ആണ്. ശരിക്കും നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളും സ്നേഹം ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഹൃദയവും സ്നേഹം ആഗ്രഹിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കാതെ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും ജീവിച്ചത്. അപ്പോൾ നിങ്ങളുടെ ആ ഹേർട്ട് ഗാർഡിയൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹവും. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചില സമയത്ത് അകാരണമായ ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. എന്താണ് എന്ന് അറിയാത്ത ഒരു മിസ്സിംഗ് ഫാക്ടർ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഹൃദയം തന്നെ ചെയ്യുന്നതായിരിക്കാം. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് ഹൃദയം നിങ്ങളോട് പറയുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ പാസ്റ്റിലുള്ള ആ ഒരു വിഷമങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ ഹൃദയത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഹൃദയം അത്ര ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിനെ കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കുക. അതിന് പെയിൻ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളുടെ ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് കൂടി ജീവിക്കാൻ, നമ്മളുടെ സന്തോഷങ്ങൾക്ക് കൂടി കൂടുതലൊരു പ്രയോറിറ്റി കൊടുക്കാൻ പറയുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഗാർഡിയൻ ആണ്. ശരിക്കും നിങ്ങളുടെ ഷീൽഡ്, കാരണം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഷീൽഡ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ഓറയുണ്ട്, പ്രൊട്ടക്ഷൻ ഷീൽഡ് ഉണ്ട്. അത് നമ്മൾ നെഗറ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഓറ ശരിക്കും വീക്ക് ആവുമ്പോഴാണ് നമ്മളിൽ ഒരുപാട് നെഗറ്റിവിറ്റി വരുന്നത്. അത് ഏത് തരത്തിലുള്ളതായാലും ശരി, മറ്റുള്ളവർ തരുന്ന നെഗറ്റിവിറ്റി, കാരണം അവരുടെ സംസാരത്തിലൂടെയും അവരുടെ എനർജിയിലൂടെയും നമുക്ക് തരുന്ന ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. ചിലർ മനഃപൂർവ്വം നെഗറ്റീവായിട്ട് ചിന്തിച്ച് നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കും. അപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി, മറ്റുള്ളവർ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തി മനഃപൂർവ്വം ചെയ്ത് നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കും. നമ്മളുടെ ശത്രുക്കളായിരിക്കും കൂടുതലും അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളോട് അസൂയുള്ള ആൾക്കാർ. അപ്പം നമ്മളുടെ ഓറ ശരിക്കും സ്ട്രെങ്തൻ അല്ല എന്നുണ്ടെങ്കിൽ, അതിലൊരുപാട് വിള്ളലുകൾ ഉണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള ആക്ഷൻസ് നമ്മളിലേക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ഈ വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് അസുഖം വരാം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോകാം, നമുക്ക് ആക്റ്റീവ് ആകാൻ പറ്റാതിരിക്കാം, നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരാം. ഇതൊക്കെ നമ്മൾ നെഗറ്റീവ് ആയിരിക്കുന്നത് കൊണ്ടും നമ്മളുടെ ഓറ നെഗറ്റീവ് ആയിരിക്കുന്നത് കൊണ്ടും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളുടെ ഓറ സ്ട്രെങ്തൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നെഗറ്റീവിനും നമ്മളുടെ ഓറയിലേക്ക് കയറാൻ പറ്റൂല. നമ്മളുടെ ഓറയിൽ കയറിയിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. അത് നമ്മളുടെ ഫിസിക്കൽ ബോഡിയിലൊക്കെ വരുന്നത് ഓറയിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ ഓറ സ്ട്രെങ്തൻ ആക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. വീക്കിലി വൺസ് എങ്കിലും നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കുക. അത്
മനഃപൂർവ്വം നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ വെള്ളം തലയിലൂടെ ഒഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മളുടെ ഓറയിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും പോകുന്നുണ്ട്, നമ്മൾ ഫുള്ളി ക്ലെൻസ്ഡ് ആണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. കാരണം നമ്മൾ പുറത്ത് ഇടപഴകുന്നത് നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരോടൊപ്പമാണ്. അവരിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. നെഗറ്റീവ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ആ ഒരു നെഗറ്റീവ് നമ്മളുടെ ഓറയിലേക്ക് വരും. അത് നമ്മളെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് മനഃപൂർവ്വം നിങ്ങൾ അങ്ങനെ ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക, ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പല കാര്യങ്ങൾക്കും തടസ്സം വരും. നമുക്ക് അസുഖങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകും, പെട്ടെന്നുണ്ടാകും, അലസത ഉണ്ടാകും, മടിയുണ്ടാകും, കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരും. അത് ഒന്ന് മനസ്സിൽ വെക്കുക. ആരോ ആണ് ശരിക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ ഇതിനകത്ത്. പ്രൊട്ടക്ഷൻ എനർജി ഉപയോഗിച്ച് നമ്മളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. നമുക്ക് ആൾറെഡി നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടുതലൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റോ നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ആ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ കാരണമാണ് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മളന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ജപിക്കുന്ന ഇപ്പം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ന് പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും, നമുക്ക് മറ്റൊരു നെഗറ്റീവ് നമ്മളുടെ ഓറയിലേക്ക് ഇന്ന് വരില്ല, അങ്ങനെ കുറേ അഫർമേഷൻസ് ഒക്കെ കൊടുത്ത് ഇന്നേ ദിവസം എനിക്ക് ഏറ്റവും നല്ലതായിരിക്കും എന്നൊക്കെ അങ്ങനെയുള്ള ഒരു അഫർമേഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ കുറച്ച് നേരം ജപിക്കുക. ഈവൻ ഒരു 3 മിനിറ്റ് ആയാലും മതി. ഒരു 3 മിനിറ്റ് നിങ്ങൾ കപാൽഭാതി പ്രാണായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഓറ ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ് കപാൽഭാതി. അപ്പം അത് ചെയ്യുക. പിന്നെ ശരിക്കും നാഡീശുദ്ധി വളരെ നല്ല കാര്യമാണ് കേട്ടോ. നിങ്ങൾ അത് ചെയ്യണത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളുടെ ഓറ ക്ലെൻസ് ചെയ്യാൻ അത് വളരെ നല്ലൊരു കാര്യമാണ് അതൊക്കെ. പിന്നെ ഇതൊക്കെ ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നാഡീശുദ്ധി എന്ന് പറയുമ്പോൾ ഉടനെ എൻ്റെ കൂടെ ഒന്ന് മെസ്സേജ് അയക്കി ചോദിക്കരുത് അത് എങ്ങനെയാണെന്ന്. ദയവായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം ആദ്യം ഒരു ബാലക്രമ ബ്രീത്തിങ് ചെയ്യുക. കാരണം കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തോട്ടും ശ്വാസം വിടുന്നത് വയറകത്തോട്ടും, അങ്ങനെയാണ് ബാലക്രമ ബ്രീത്തിങ്. അത് ചെയ്യുക. പിന്നെ നാഡീശുദ്ധിയും കൂടെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ നെഗറ്റീവ് ഒക്കെ പോകും. രാത്രി കിടക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് കിടക്കുക. രാവിലെ എണീക്കുമ്പോഴും കുറച്ച് നേരം ഒന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് മാറ്റം വരും. അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു 10 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, ഒരു ദിവസം 10 മിനിറ്റ് എങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നാളത്തെ ഡിവൈൻ മെസ്സേജിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ഒരു ഫുള്ളി പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് ഇന്ന് ഉടനീളം നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം നടക്കട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.